സ്നേഹം നിറഞ്ഞ ഗുരുക്കന്മാരെ, ജ്യോതിഷ പണ്ഡിതന്മാരെ, ജ്യോതിശാസ്ത്രത്തിൽ വിശ്വാസികളെ, ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് മകൻ നക്ഷത്രം ജാതകർ ചിങ്ങക്കൂറുകാരാണ്. ചിങ്ങക്കൂറിന്റെ ഫലവിശേഷങ്ങൾ ആദ്യം തന്നെ പറയാം. ചിങ്ങക്കൂറിൽ ജനിച്ചവർക്ക് അല്പം മുൻദേഷ്യം കാണും. അതുപോലെ തന്നെ ഇവർ ഗണവും അസുരനാണ്. അപ്പോൾ മുൻദേഷ്യം കാണിക്കുമെങ്കിലും ഇവർ സൽസ്വഭാവികളും ഭാഗ്യവാന്മാരും ദീർഘവീക്ഷണമുള്ളവരും ദീർഘബുദ്ധിയുള്ളവരും വിദേശയോഗമുള്ളവരും വലിയ ആഫീസർമാരും മെഡിക്കൽ ബന്ധമുള്ള പല റിസർച്ച് ചെയ്യുന്നവരും സയന്റിസ്റ്റുകളും ആയിരിക്കും. സാധാരണക്കാരാണെങ്കിൽ അവർ അധ്വാനിച്ച് വളരെ കഷ്ടപ്പെട്ട് ധനം സമ്പാദിക്കുന്നവരുമായിരിക്കും. മകം പറന്ന മങ്ക എന്ന് നാം പറയുന്നത് പോലെ സ്ത്രീകൾക്ക് പ്രധാനമായി മകൻ നക്ഷത്രത്തെ സങ്കല്പിച്ചിട്ടുണ്ട്. എങ്കിലും പുരുഷനും അതുപോലെ തന്നെയാണ്. അവർ അധ്വാനികളായിരിക്കും, ശ്രേഷ്ഠന്മാരായിരിക്കും, കീർത്തിമാന്മാരായിരിക്കും. മകൻ നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾ ദൈവഭക്തരും കുലീനരും കുടുംബസ്നേഹികളും സന്താനങ്ങളെയും ഭർത്താവിനെയും വളരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവരും ഒരു സാത്വിക ഭാവം കൂടുതൽ കാണിക്കുന്നവരുമായിരിക്കും. ഇവർ നല്ല ലെവലിൽ ഉദ്യോഗവും കീർത്തിയും കുടുംബകാര്യങ്ങളിൽ ശ്രദ്ധയുള്ളവരും മറ്റുള്ളവരെ സ്നേഹിക്കുന്നവരും സഹജീവികളോട് ബഹുമാനവും സ്നേഹവും കൂടുതൽ കാണിക്കുന്നവരുമായിരിക്കും. പൊതുവെ മകൻ നക്ഷത്രം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ദേവന്മാരെ നക്ഷത്രങ്ങളിൽ പെടുന്നു എന്ന് ആളുകൾ പറയും. മകൻ നക്ഷത്ര ജാതകർക്ക് പൊതുവെ വിദൂരവാസം, സ്വദേശവാസം, അതുപോലെ തന്നെ നല്ല പഠനം, നല്ല ബുദ്ധിശക്തി, എഴുത്തുകുത്ത്, ഗണിതം എന്നിവയിൽ പ്രത്യേക താല്പര്യമുള്ളവർ ആയിരിക്കും. അസുരഗണത്തിൽപ്പെട്ട ഇവർ പല സ്ഥലങ്ങളിൽ സഞ്ചരിക്കാനും അവിടെ നിന്ന് ധനശേഖരണത്തിനും ഉള്ള യോഗം പ്രത്യേകിച്ച് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും കാണപ്പെടുന്നു. മകൻ നക്ഷത്രം ജനിക്കുന്നത് കേതു ദശയിലാണ്. കേതു 7 കൊല്ലമാണെങ്കിലും നമുക്ക് ഏതാണ്ട് 3 കൊല്ലം എടുക്കാം. കേതു ദശാകാലത്ത് പൊതുവെ ജാതകർക്ക് അരിഷ്ടതകൾ കൂടുതൽ കാണപ്പെടും. കേതു ദശയിൽ ബാലപീഡ, ബാലാരിഷ്ടത എന്നിവ 3 വയസ്സ് വരെ ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞ ശുക്രദശ അവർക്ക് കാണപ്പെടുന്നു 20 കൊല്ലം. അപ്പോൾ ഏതാണ്ട് 20-23 ജാതക അനുസരിച്ച് 23-25 ഇവർ സ്ത്രീകളാണെങ്കിൽ 22-23 ഉദ്യോഗവും വിവാഹവും ഇവർക്ക് ലഭിക്കും. പുരുഷന്മാരാണെങ്കിൽ 25-നും 27-നും മധ്യേ വിവാഹയോഗം ഉണ്ടായിരിക്കും. 23 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ 6 കൊല്ലം ആദിത്യദശയിൽ പുരുഷന്മാർക്ക് നല്ല ഉദ്യോഗം, സന്താനത്തിനുള്ള യോഗം, സ്ത്രീകൾക്കും സന്താനത്തിനുള്ള യോഗവും സ്വദേശം വിദേശവാസങ്ങൾ അനുഭവിക്കാനുള്ള ഭാഗ്യവും പിതാവിന് ഭാഗ്യൈശ്വര്യങ്ങളും കൊടുക്കും. അത് കഴിഞ്ഞാൽ ചന്ദ്രദശ 10 കൊല്ലം. ചന്ദ്രദശാകാലത്ത് കുടുംബസുഖം, സൽകീർത്തി, മാതാവിന് ഐശ്വര്യം, പിതാവിന് ഐശ്വര്യം, കുടുംബസ്നേഹം, സഹോദരത്തിന് ഉന്നതി എന്നിവയെല്ലാം ചന്ദ്രദശ നൽകും. ചന്ദ്രദശാകാലത്ത് ഇവർക്ക് പ്രത്യേകിച്ച് ജലദോഷം, കഫരോഗങ്ങൾ, ഇടവിട്ട് പിത്തരോഗങ്ങൾ എന്നിവ ഉണ്ടായേക്കാം. അതിന് പരിഹാരമായി ദൈവപ്രീതി, ശിവപ്രീതി എന്നിവ വരുത്തി കൊള്ളേണ്ടതാകുന്നു. ചന്ദ്രൻ കഴിഞ്ഞാൽ ചൊവ്വ 7 കൊല്ലം. ചൊവ്വാദശാകാലത്ത് ചൊവ്വ നല്ല ഭാവത്താണെങ്കിൽ അവർക്ക് ഭൂമിയോഗം, ഗ്രഹയോഗം, വാഹനയോഗം, പ്രമോഷൻ, സഹോദരങ്ങൾക്ക് ഉന്നതി, സഹോദരങ്ങൾക്ക് വേണ്ടി പല നല്ല കാര്യങ്ങൾ ചെയ്യുവാനുള്ള മനസ്സ്, ആഗ്രഹം എന്നിവയെല്ലാം ഈ ദശാ സമയത്ത് അവർക്ക് അനുഭവമാകുന്നു. മുരുകനെയും ദേവിയെയും പൂജിച്ച് ചൊവ്വ ദശയുടെ കാലത്ത് അവർ സന്തോഷപ്പെടുത്തുക.
ചൊവ്വ കഴിഞ്ഞാൽ രാഹുർ ദശ 18 കൊല്ലം. രാഹുർ ദശ തുടക്കത്തിൽ 3 കൊല്ലം അത്ര നന്നായിരിക്കുകയില്ല. ഉഷ്ണരോഗം, ത്വക്ക് രോഗം, പ്രതീക്ഷിക്കാതെ കണ്ട രോഗങ്ങളും അനുഭവമാകുന്നു. അതിനുശേഷം അവർക്ക് ഗ്രഹ നന്നാക്കൽ, ഗ്രഹയോഗം, സ്ഥാനം മാറിയുള്ള തൊഴിൽ, സ്ത്രീ പുരുഷ ഭേദമന്യേ ഈ അനുഭവം ഇവർക്ക് ഉണ്ടാകും. സന്താനങ്ങൾക്ക് പഠനം, പഠനാഐശ്വര്യം, പഠനപുഷ്ടി എന്നിവയെല്ലാം രാഹുർ ദശയിൽ അനുഭവമാകുന്നു. ദശാന്ത്യത്തിൽ അകന്ന ബന്ധുക്കൾക്ക് അരിഷ്ടതകളും ദുരിതങ്ങളും രോഗങ്ങളും എല്ലാം ഉണ്ടാകേക്കാം. ത്വക്ക് രോഗം വരാതെ പ്രത്യേകം ഇവർ ശ്രദ്ധിക്കണം. അതിന് പരിഹാരമായി സർപ്പദേവതയെ പ്രീതിപ്പെടുത്തുകയും പുണ്യക്ഷേത്രങ്ങളായ വെട്ടിക്കോട്, പാമ്പക്കാവ്, അനന്തങ്ങാട്, ആമേട എന്നീ പുണ്യ നാഗക്ഷേത്രങ്ങളിൽ ചെന്ന് തൊഴുകയും അവിടെ വേണ്ടുന്ന വഴിപാടുകൾ നടത്തി സർപ്പദേവനെ പ്രീതിപ്പെടുത്തണം. അത് കഴിഞ്ഞാൽ 16 കൊല്ലം വേഴദശ. വേഴം പൊതുവെ നല്ല സ്ഥാനത്ത് നിന്നാൽ നല്ല ഐശ്വര്യങ്ങൾ ഇവർക്കുണ്ടാകും. വേഴദശയിൽ സന്താനങ്ങൾക്ക് ഉദ്യോഗാദി വിജയം, പുത്രപൗത്രാദി സൗഖ്യം. വേഴദശയിൽ അവർക്ക് വിശ്രമ ജീവിതങ്ങളും സന്താനങ്ങളെ കൊണ്ട് ഐശ്വര്യവും പുത്രപൗത്രാദി സൗഖ്യവും ബന്ധുജന സമാഗമവും സൽകീർത്തിയും എന്നിവ അനുഭവമാകുന്നു. അത് കഴിഞ്ഞാൽ 19 കൊല്ലം ശനിദശ. ശനിദശ അവർക്ക് ദൈവാധീനം ഉണ്ടെങ്കിൽ ലഭിക്കുമെങ്കിൽ തുടക്കത്തിൽ അരിഷ്ടതയും പിന്നീട് ഉന്നതിയും ഭാഗ്യ ഐശ്വര്യങ്ങളും നൽകപ്പെടും. ശാസ്താവിന് യഥാവിധി പ്രീതി, ഹനുമാപ്രീതി എന്നിവ നൽകി മകനക്ഷത്ര ജാതകർ ശനീശ്വരനെ പ്രീതിപ്പെടുത്തുക. അത് കഴിഞ്ഞാൽ 17 കൊല്ലം ബുധദശ. ബുധദശയിൽ ദേവിപ്രീതി, ശിവപ്രീതി എന്നിവ വരുത്തുക. ബുധദശ വളരെ ഭാഗ്യങ്ങൾ നൽകും. ആയുരാരോഗ്യ പുഷ്ടി ദൈവം തന്നു കഴിഞ്ഞാൽ ഈ ദശയും പാതിയെങ്കിലും അവർക്ക് അനുഭവിക്കേണ്ടി വരും. അത് കഴിഞ്ഞാൽ കേതുദശ 7 കൊല്ലം. കേതുദശയിൽ അല്പ ശാരീരിക പീഡകളും അരിഷ്ടതകളും ഉണ്ടാക്കും. പിന്നെ മകനക്ഷത്ര ജാതകർ പൊതുവെ സാത്വികരായിരിക്കും. വിദ്വേഷം കാണിച്ചിരുന്നാലും അവരുടെ സ്വഭാവങ്ങൾ പ്രത്യേകിച്ച് ഒരു ത്യാഗമനോഭാവം എപ്പോഴും കാണിക്കും. സ്ത്രീ പുരുഷ ഭേദമന്യേ ഇവരുടെ സ്വഭാവം അങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ അശ്വതി, മകം, മൂലം ഇത് തുടക്കത്തിൽ ജന്മം ഗണ്ടാന്തമെന്ന് പറയും. അതുപോലെ തന്നെ ആയില്യം, തൃക്കേട്ട, രേവതി ഇവയുടെ അവസാന ഭാഗവും ഗണ്ടാന്തമായി പരിഗണിക്കുന്നു. ഇങ്ങനെ ഗണ്ടാന്തത്തിലാണ് മകൻ നക്ഷത്രം ജനിക്കണമെങ്കിൽ ആദ്യകാലങ്ങളിൽ കുടുംബത്തിന് അരിഷ്ടതകൾ ഉണ്ടാക്കും. പിന്നീട് നന്നായിരിക്കും. ഭാഗ്യ ദിവസം തിങ്കൾ, വ്യാഴം. ഭാഗ്യ നമ്പർ 5, 7. ഭാഗ്യ നിറം വെള്ള, ആറഞ്ച്, വയലറ്റ്. ഈ നിറങ്ങൾ ഓരോരുത്തരുടെ ജാതകം അനുസരിച്ചും അവരുടെ ഗ്രഹസ്ഥിതി അനുസരിച്ചും വ്യത്യസ്തപ്പെട്ട് നിൽക്കാം. എങ്കിലും പൊതുവെ ഈ നമ്പറുകളും നിറങ്ങളും ദിവസങ്ങളും ഇവർക്ക് അനുകൂലമായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇവർ ധരിക്കേണ്ട രത്നങ്ങൾ കേതുദശയിൽ വൈദൂര്യം, ശുക്രദശയിൽ വൈരക്കല്ല്, ആദിത്യദശയിൽ ചുവന്ന രത്നം, ചൊവ്വാദശയിൽ പവിഴം, രാഹുർ ദശയിൽ ഗോമേതകം, വ്യാഴദശയിൽ പുഷ്യരാഗം, ശനിദശയിൽ ഇന്ദ്രനീലം എന്നിവയാകുന്നു. പൊതുവെ ജാതകത്തിൽ നല്ല ബലമുണ്ടെങ്കിൽ ഈ പറഞ്ഞ ദശകൾ ഏറ്റവും കൂടുതൽ ശുഭകരമായി അനുഭവിക്കും. ജാതകത്തിൽ മറവ്, മൗഢ്യം എന്നിവ ഉണ്ടെങ്കിൽ പറഞ്ഞ അത്ര പ്രയോജനങ്ങൾ ലഭിക്കുകയില്ല. എങ്കിലും മകൻ നക്ഷത്രം പൊതുവെ ഒരു ശക്തിയുള്ള നക്ഷത്രവും ഭക്തിയുള്ള നക്ഷത്രവും ആകയാൽ മകൻ നക്ഷത്ര ജാതകർക്ക് പൊതുവെ ദാരിദ്ര്യ ദുഃഖത്തിൽ നിന്നും ബാധ്യതകളിൽ നിന്നും എല്ലാം എപ്പോഴും മോചനം ഉണ്ടാകും. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ അവസാനിക്കുന്നു.